ദൈവത്തിന് സ്തുതി. എത്രയും ബഹുമാനപ്പെട്ട പനക്കലച്ചൻ അറിയുന്നതിന്. എൻ്റെ പേര് തോമസ്. എനിക്ക് 3 മക്കളാണ്. 2 പെൺമക്കളും ഒരു ആൺകുട്ടിയും. മൂത്ത മകളെ കെട്ടിച്ചു. ഇളയവൾ കോഴിക്കോട് SH കോൺവെൻറ്റിൽ കന്യാസ്ത്രീയാണ്. എൻ്റെ മകൻ മനീഷ് പറഞ്ഞാലൊന്നും അനുസരിക്കാതെ 23-ാം വയസ്സിൽ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. അന്വേഷിക്കുമ്പോഴൊന്നും ഒരു വിവരവും ഉണ്ടായില്ല. പിന്നീടാണ് അറിയുന്നത് 2 മക്കളുള്ള പ്രായക്കൂടുതലുള്ള ഒരു ഹിന്ദു സ്ത്രീയുമായി താമസിക്കുകയാണെന്ന്. മനീഷിൻ്റെ മൂത്ത സഹോദരിയും ഞാനും എൻ്റെ ഭാര്യയും കൂടി അവൻ്റെ അടുത്ത് ചെല്ലുകയും വീട്ടിലേക്ക് വിളിക്കുകയും ചെയ്തു. വീട്ടിലേക്ക് തിരികെ വരാൻ അവൻ തയ്യാറായില്ല. അതിനാൽ ഞങ്ങൾ മടങ്ങിപ്പോന്നു. ലഹരി ഉപയോഗിച്ചും മോശമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടുമാണ് അവൻ ജീവിക്കുന്നത്. ഈ വിവരം ഇടവകയിലെ അച്ഛനെ അറിയിച്ചു. അച്ഛൻ എന്നോടും ഭാര്യയോടും അട്ടപ്പാടി സഹിയോനിൽ 5 ദിവസത്തെ ധ്യാനത്തിൽ പങ്കെടുക്കാൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു ധ്യാനത്തിന് പോയാൽ മകൻ തിരിച്ചു വരുമെന്ന്. 8 വർഷമായി ഇതുവരെ തിരിച്ചു വന്നില്ല. അച്ഛൻ അവന് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു പ്രതിവിധിയും പറഞ്ഞു തരണം. ഒരു പാവപ്പെട്ട കുടുംബമാണ് ഞങ്ങളുടേത്. അവൻ തിരിച്ചു വരാൻ അച്ഛൻ പ്രാർത്ഥിക്കണം. മറുപടി പ്രതീക്ഷിക്കുന്നു എന്ന് തോമസ്, പാലക്കാട്. നമ്മളിപ്പോൾ വായിച്ചു കേട്ട ഈ കത്തിൽ തോമസ് എന്ന പിതാവ് തൻ്റെ മകൻ മനീഷിനെക്കുറിച്ച് പറയുന്ന സങ്കടകരമായ ചില കാര്യങ്ങളാണ് ഇതിൻ്റെ ഉള്ളടക്കം. മനീഷ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഒരു ഹൈന്ദവ സ്ത്രീയുമായിട്ട്, അവനേക്കാൾ വളരെയധികം പ്രായമുള്ള ഒരു ഹൈന്ദവ സ്ത്രീയുമായി, അതും 2 മക്കളുള്ള ഒരു സ്ത്രീയുമായി ഒരുമിച്ച് ജീവിക്കുകയും അതുപോലെ ലഹരിയിലും മറ്റെല്ലാ തിന്മയിലും മുഴുകി അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. തോമസ് അവനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പല ശ്രമങ്ങൾ നടത്തിയെങ്കിലും അത് മുഴുവൻ പരാജയപ്പെട്ട് നിൽക്കുന്നു. ഈ മകൻ തിരിച്ചു വരുന്നില്ലല്ലോ എന്ന സങ്കടത്തിൽ തോമസ് നിൽക്കുകയാണ്. ആ സങ്കടവും വേദനയുമാണ് ഈ കത്തിൽ തോമസ് സൂചിപ്പിക്കുന്നത്. തോമസിനോട് എനിക്ക് പറയുവാനുള്ളത്, തോമസിൻ്റെ ഉള്ളിലെ യഥാർത്ഥമായ വേദന എന്താണ്? തോമസ് ആഗ്രഹിക്കുന്നത് ഈ മകൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നം അവസാനിച്ചു എന്നാണ് തോമസ് ചിന്തിക്കുന്നത്. എന്നാൽ അവൻ ലഹരിയുടെ അടിമയാണ്, മറ്റു പല തിന്മകൾക്കും ഇടയും അടിമയാണ്. ഇവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഇവൻ വീട്ടിൽ ചെന്നിരുന്നാലും അവൻ്റെ ഈ സ്വഭാവ പ്രകൃതിയൊക്കെ പഴയത് തന്നെ ആയതുകൊണ്ട് തൽക്കാലം തോമസ് ചിന്തിക്കുന്നു അവനിവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നം അവസാനിച്ചു എന്ന്. പക്ഷേ അവസാനിക്കുന്നില്ല. തോമസ് ചിന്തിക്കുന്നത് മറ്റുള്ളവർ ഇവൻ്റെ ഈ ജീവിതത്തെക്കുറിച്ചൊക്കെ അറിഞ്ഞ് ഞങ്ങളുടെ കുടുംബത്തിന് ഒരുപക്ഷെ നാണക്കേടുണ്ടാകും, അങ്ങനെയുള്ള ചില വ്യർത്ഥ അഭിമാനത്തിൻ്റെ ഒരു ചുറ്റുവട്ടത്ത് നിന്നുകൊണ്ടാണ് അവൻ ഇവിടെ വരണം, ഇവിടെ വന്നിരിക്കണം എന്നൊക്കെ തോമസ് പറയുന്നത്. യഥാർത്ഥത്തിൽ തോമസ് അവൻ്റെ ഒരു മാനസാന്തരമല്ല ഉന്നം വയ്ക്കുന്നത്, അവനെ എങ്ങനെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരാം എന്നതല്ല തോമസ് ചിന്തിക്കുന്നത്. 1 തിമോത്തി 5:6 നമ്മൾ വായിക്കുകയാണ്, സുഖാനുഭവങ്ങളിൽ മുഴുകിയിരിക്കുന്നവൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവൻ ഈ തിന്മയുടെ അടിമത്തത്തിൽ കഴിയുന്നത് വഴി അവൻ്റെ ആത്മാവും എല്ലാം ഒരു മരിച്ച അവസ്ഥയിൽ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സന്ദർഭത്തിൽ തോമസ് മനസ്സിലാക്കണം, ഈ മകന് വേണ്ടത് ഒരു മാനസാന്തരമാണ്. 2, തോമസ് ചിന്തിക്കുന്നത് അവൻ അവിടെ നിന്ന് വന്ന്
വീട്ടിൽ വന്ന് താമസിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ പൊതുജനങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവർ ഈ കുടുംബത്തെക്കുറിച്ച് പറയാൻ സാധ്യതയുള്ള കുറേ കാര്യങ്ങൾ മാറിക്കിട്ടും. അങ്ങനെ ഒരു ഉപരിപ്ലവമായ ചിന്തയിൽ തോമസ് കഴിയുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ തോമസ് തൻ്റെ മനസാക്ഷിയെ പരിശോധിച്ചു കഴിഞ്ഞാൽ ദൈവം തോമസോട് പറയുന്നത് നിനക്കും ഒരു മാനസാന്തരം ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ തോമസ് എന്തിനു വേണ്ടി ദുഃഖിക്കുന്നു എന്നുള്ളതാണ് അച്ഛൻ ഉന്നയിക്കുന്ന ചോദ്യം. അതായത് അവൻ എൻ്റെ അടുത്ത് വന്നാൽ എൻ്റെ ദുഃഖം പോവും, അതിന് പകരം അവൻ ദൈവത്തിൻ്റെ അടുത്ത് പോയാലാണ് എൻ്റെ ദുഃഖം തീരാമെന്ന് തിരിച്ചറിയണമെന്ന്. അതെ. അപ്പോൾ തോമസ് ഈ ഒരു യാഥാർത്ഥ്യം വെച്ച് പരിശോധിക്കുമ്പോൾ തോമസിന് മനസ്സിലാകും തോമസിന് ഒരു മാനസാന്തരം ആവശ്യമുണ്ട്. ആ മാനസാന്തരം ഈ മനീഷ് എന്ന് പറഞ്ഞ തൻ്റെ മകൻ്റെ ഈ തകർച്ചയിൽ, ഈ വേദനയിൽ ദൈവം എന്തുമാത്രം വേദനിക്കുന്നുണ്ട്, ദൈവം എന്തിനെ ഓർത്തായിരിക്കും മനുഷ്യ എന്ത് കണ്ടുകൊണ്ടാണ് മനുഷ്യനെ ഓർത്ത് ദുഃഖിക്കുന്നത്. അതിൻ്റെ കാരണം ഈ ആത്മാവ് ദൈവത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടുകൊണ്ടാണ് ദൈവം ദുഃഖിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ട്, മനുഷ്യൻ്റെ ഹൃദയം ദുഷിച്ചതാണെന്നും അവൻ്റെ ചിന്ത ദുഷിച്ചതാണെന്നും കണ്ടപ്പോൾ ദൈവം ദുഃഖിച്ചു. ഈശോ തന്നെ പറയുന്നത്, മനുഷ്യ നീ ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നശിച്ചാൽ എന്താണ് ഫലം? അപ്പോൾ ദൈവം കൊടുക്കുന്നത്, പ്രാധാന്യം കൊടുക്കുന്നത് അവൻ്റെ ആത്മരക്ഷയ്ക്കാണ്. അപ്പോൾ ആത്മരക്ഷയ്ക്ക് പ്രാധാന്യം ദൈവം കൊടുക്കുമ്പോൾ ഈ ആത്മരക്ഷയെക്കുറിച്ച് ഒരു ചിന്തയും ഇല്ലാത്തവണ്ണമാണ്, ഉപരിപ്ലവമായ ഒരവസ്ഥയിൽ മാത്രമാണ് തോമസിൻ്റെ ചിന്ത പോകുന്നത്. അതുകൊണ്ട് തോമസിനും അനുതാപം ആവശ്യമാണ്. ആത്മാവിന് വില മനസ്സിലാക്കാതിരിക്കുന്ന ഒരവസ്ഥയാണ് തോമസിനുള്ളത്. അതുകൊണ്ട് തോമസിന് അനുതാപം ആവശ്യമാണ്, പശ്ചാത്താപം അത്യാവശ്യമാണ്. അപ്പോൾ തോമസ് ദൈവത്തിൻ്റെ മനസ്സിനോട് തൻ്റെ മനസ്സിനെ ചേർത്ത് വെച്ച് കാണാൻ തുടങ്ങുമ്പോൾ യേശു ഏത് കാര്യത്തെക്കുറിച്ച് വേദനിക്കുന്നുവോ അതേ കാര്യത്തെക്കുറിച്ച് വേദനിക്കുന്നയാളായി തോമസ് മാറും. അതാണ് തോമസിനുണ്ടാകേണ്ടതായ ചേഞ്ച്. അപ്പോൾ തോമസ് മനീഷയ്ക്കുണ്ടാകുന്ന ചേഞ്ചിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ മാറണമെന്ന്. അതെ, മനീഷ് മാറേണ്ട കാര്യത്തെക്കുറിച്ച് തോമസ് ചിന്തിച്ചതുകൊണ്ട് ഒരു പ്രയോജനമില്ല. കാരണം അത് മനീഷ് എടുക്കേണ്ട തീരുമാനമാണ്. അതുകൊണ്ട് അവനതെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലാതെ ആ ചിന്തയ്ക്ക് ഒരു ഫലപ്രദമായ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല. ആ ചിന്തയ്ക്ക് നമ്മെ തന്നെ നശിപ്പിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ തോമസിൽ വരുത്തേണ്ടതായ മാറ്റത്തെക്കുറിച്ച് മാത്രമാണ് തോമസിന് ഉത്തരവാദിത്വമുള്ളതും തോമസ് ചിന്തിക്കേണ്ടതും. അങ്ങനെ വരുമ്പോഴാണ് തോമസിന് എന്തെങ്കിലുമൊക്കെ അവിടെ ചെയ്യാനുള്ളത്. അപ്പോൾ തോമസ് യേശുവിൻ്റെ കുരിശിലേക്ക് നോക്കി ആത്മാവിലെ വിലയെക്കുറിച്ചുള്ള ആ വലിയ ജ്ഞാനം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കണം. അത് പരിശുദ്ധാത്മാവാണ് ഈ ജ്ഞാനം കൊണ്ടുവന്ന് തോമസിന് കൊടുക്കുന്നത്. അങ്ങനെ ആ ജ്ഞാനത്തിലേക്ക് വരുമ്പോൾ പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരുന്നു കൊണ്ട് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയിൽ തോമസിന് പങ്കുപറ്റാനായിട്ട് സാധിക്കും. അങ്ങനെ പങ്കുപറ്റാനായിട്ട് തയ്യാറാകുകയും മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ ആ നിമിഷത്തിൽ തന്നെ തോമസിൻ്റെ മനസ്സിലെ ആ ഭാരം മുഴുവനും വിട്ടുപോകും.